Big Boss Season 7 Day 3 Episode 4. Episode 4. അപ്പം ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ 7ന്റെ പണി എന്താന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നമ്മളൊരു സീസൺ മൊത്തം ഇപ്പം അങ്ങനെ കാണേണ്ട അവസ്ഥയാണ് അല്ലേ. ലൈവൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ഫുള്ള് പണികളാണ്. ലൈവൊക്കെ ഫുള്ളി എൻഗേജ്ഡ് ആണ്. ഇപ്പൊ എല്ലാ ഭയങ്കര ചിരിക്കാനുള്ള സാധനങ്ങളുണ്ട് കേട്ടോ ലൈവില്. തുടക്കം തന്നെ എന്തായാലും ചീറിയിട്ടുണ്ട് 7, ഒരു രക്ഷയില്ല. എനിക്ക് ഈ പണി ഭയങ്കര ഇഷ്ടമായിട്ട് പ്രധാന കോൺസെപ്റ്റ് ഇല്ലേ. ഞാൻ ആദ്യം വിചാരിച്ചു എന്താണ് പണി കിട്ടാൻ പോണെന്നുള്ളത്. പക്ഷെ ഓരോ സാധനത്തിന്റെ മുകളിലും പണിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ തൂക്കിയടിച്ചത് നിവിനാണ്. നിവിൻ ഇന്നലെ പെട്ടിയിൽ നിന്ന് പൊക്കിയത് ഒരു ബാൻഡ്, റൈസ് ബാൻഡ് ആണെന്നുള്ളത് മനസ്സിലായി. അത് ഞാൻ ലിപ്സ്റ്റിക്കാന്ന് വിചാരിച്ചു. സ്റ്റാർ ബാൻഡ് ആ സാധനമാണ് പൊക്കി എടുത്തു കൊണ്ടുപോയിട്ടുള്ളത്. മിക്കവാറും ബിഗ് ബോസ് ഹൗസിലെ ആസ്ഥാന കള്ളൻ പേര് ചെങ്ങായി കൊണ്ടുപോകുന്നു. കള്ളൻപട്ടം കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ആള് രസമാണ് കേട്ടോ, നന്നാണ്. പുറത്ത് പോയാൽ ആളൊരു ലോകത്താണ്. പറഞ്ഞ എന്തൊക്കെയോ ആണ്. എനിക്ക് യൂണിഫോം ഇട്ട് നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് ലിപ്സ്റ്റിക് വേണം. എനിക്ക് അത്ര കാലം അഭിനയിക്കാൻ പറ്റില്ല, അഭിനയിച്ചത് മതിയായിന്ന്. ആളെന്താണ് രസമായിട്ടല്ലേ. എനിക്ക് ക്യാരക്ടർ ഞാൻ പറഞ്ഞില്ല, നിവിൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ഫ്ലേവേഴ്സ് വരും. പക്ഷെ ബിഗ് ബോസ് ആണ്, ചിലരെ കാണിക്കും ചിലരെ കാണിക്കില്ല എന്നുള്ള സ്കീമുണ്ട്. അവര് തീരുമാനിച്ചവരെല്ലാം അവര് കാണിക്കും. അപ്പോൾ നിവിന് ഇപ്പൊ കിട്ടുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസമായിട്ട് എവിക്ഷന് വന്നുകൊണ്ട് സ്ക്രീൻ സ്പേസ് നിവിന് കൊടുക്കുന്നുണ്ട്, നിവിനത് കിട്ടുന്നുണ്ട്. പക്ഷെ നിവിന്റെ ഗെയിം എത്രത്തോളം എല്ലാവർക്കും കൺവിൻസിങ് ആവും എന്നുള്ളത് എനിക്ക് അറിയില്ല അല്ലേ. കാരണം ബാക്കി കുറെ സാധനങ്ങൾ ഹാപ്പനിങ് ആവുമ്പോൾ നിവിന്റെ ഈ സംഗതികൾ എത്രത്തോളം പ്രൊജക്ട് ചെയ്യും പുറത്ത് ആളുകളിലേക്ക് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ല. പ്രത്യേകിച്ച് എന്താ പറയുക, വലിയ വലിയ വിഷയങ്ങൾ വരുമ്പോൾ അതിലൊന്നും കാണാനില്ല. ഇമോഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് രസമായിട്ട് ചെയ്യുന്നു, ഫണ്ടാക്കി ചേട്ടാണ് എല്ലാം ചെയ്യണത്. അതെ. പിന്നെ അപ്പാനി സറത്ത് എന്താ പറയാ, ലീഡർ ഓഫ് ദ പാക്ക് എന്നുള്ള രീതിയിലാവാനുള്ള എല്ലാ ശ്രമം നടത്തുന്നുണ്ട്. അപ്പാനി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മാരാര്, അതേപോലെ നമ്മളെ എന്താണ് സാബുമോൻ, ഇവരൊക്കെ കൂടി ഒരു മിക്സ് ആയിട്ടൊക്കെയുള്ള പരിപാടിയാണ്. ഞാൻ പറയും ബാക്കിയുള്ളവർ കേൾക്കണം, അങ്ങനത്തെ പാക്കിന്റെ ലീഡർ അപ്പാനിക്ക് സ്ക്രൂ ചെയ്ത് വിടാനൊക്കെ പറ്റുന്നുണ്ട് മറ്റുള്ള ടീംസിനൊക്കെ. എന്താ പറയാ, അപ്പാനി തോന്നലാ തോന്നുന്നു. ഷാനവാസ് അപ്പാനിന്റെ സ്കൂളിൽ പോവില്ല, അക്ബർ പോവില്ല. അക്ബറിനെ ആര്യനെയാണ് ആള് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവര് ആര്യം മേ ബി പോവായിരിക്കും. അക്ബർ ഒന്നും ഈ പറഞ്ഞ പോലെ ശരത്തിന്റെ സ്ക്രൂയിങ്ങിൽ വീഴുന്ന ഒരാളായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഷാനവാസ് പിന്നെ വേറെ ഒരു ഗെയിമാണ്, സെപ്പറേറ്റ് വേറെ എന്തോ ഒരു അനീഷും പിന്നെ കുറച്ച് കയ്യിൽ നിന്നെടുത്ത് അരോചകമാണെങ്കിലും അല്ലാത്ത ചില സാധനങ്ങളൊക്കെ അല്ലേ, സാധനങ്ങളൊക്കെ രസമുണ്ട്. അപ്പൊ അങ്ങനെ ടാസ്ക് രാവിലത്തെ പേരിടൽ ചടങ്ങായിരുന്നു. പേരിടൽ ചടങ്ങ് പ്രൊമോ പ്രോമിസ് ആക്കരുത്. എനിക്ക് ആദ്യം പറയാനുള്ളത്, പ്രൊമോയില് അടിയാണെങ്കിൽ അത് കട്ടടിയാവണം അല്ലെ, കച്ചറയാവണം എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എന്താ നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം ഷോ ആണ്. അപ്പൊ അതിന്റെ പ്രൊമോയിൽ അങ്ങനെ വെക്കും. ഓക്കെ, ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്ത പോലെ വരണമെന്നില്ല. ദാറ്റ് ഹാപ്പൻസ്. ബിഗ് ബോസ് ഇത്ര സീസൺ കാണുന്ന എല്ലാവർക്കും അത് മനസ്സിലാവുന്ന കാര്യമാണ്. പേരിടൽ ചടങ്ങിലെ ഏറ്റവും എന്താ പറയുക വൈറലായിട്ടുള്ള സംഗതി രേണുസുധീനെ സെപ്റ്റിക് ടാങ്ക് എന്ന് അക്ബർ വിളിച്ചത് തന്നെയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് പേഴ്സണലി, ഞാൻ ഉച്ചയ്ക്ക് വീഡിയോ ഇട്ടപ്പോഴും പറഞ്ഞത്, എനിക്ക് പേഴ്സണലി അത് അത്ര കൺവിൻസിങ് അല്ല. ഒരാളെ സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ വിളിക്കുന്നത് അക്ബറിന്റെ സ്റ്റാൻഡേർഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അക്ബറിന്റെ സ്റ്റാൻഡേർഡിന്റെ ഒരു സാധനമാണ് ശരിക്കും പുറത്തുനിന്ന്. അത് ഒരു പെണ്ണിന്റെ രീതിയിലല്ല, ഒരാളങ്ങനെ പറയാൻ പാടില്ല. അത് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അക്ബർ ഞാൻ അങ്ങനെ റിയൽ ആയിട്ട് നിൽക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും അപ്പൊ റിയൽ ആയിട്ട് അക്ബറിന് അത്രയും സ്റ്റാൻഡേർഡ് ഉള്ളൂ എന്നുള്ളത് പുറത്ത് പ്രൊജക്ട് ചെയ്യുകയാണോ എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത്. അത് അക്ബറിന്റെ ടീം ആ വീഡിയോ അക്ബറിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു, ഇവന്മാര് മണ്ടന്മാരാണോ അതോ മണ്ടന്മാരായിട്ട് സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത്, രേണുസുധീനെ വിളിച്ചത് കുറച്ച് മോശമുള്ള കാര്യമാണെങ്കിൽ പോലും ഒരു സേഫ്റ്റി ടാങ്ക് ഒരു വീട്ടില് ആളുകൾ എങ്ങനെ യൂസ് ചെയ്യണോ അതിനേക്കാളും മനോഹരമായിട്ട് ആ വേർഡ് ഇപ്പൊ രേണുസുധി യൂസ് ചെയ്തോണ്ടിരിക്കണ്ട ആ വീടിനുള്ളിൽ. എന്താണെങ്കിലും രേണുസുധി യൂസ് ചെയ്യുന്നത് വേറെ, ഞാൻ ഒരിക്കലും അത് എൻഡോസ് ചെയ്യില്ല. അല്ല, ഞാൻ ആ വിളിച്ചത് നല്ലതാണെന്നല്ല ഞാൻ പറയണത്. അവർ ആ വീട് അങ്ങോട്ട് എടുത്തിട്ട് അത് വെച്ചിട്ട് തന്നെ ഞാൻ കുറച്ച് ദിവസം തള്ളാനുള്ള ഒരു പ്ലാനിൽ തന്നെയാണ്. രേണുസുധീനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുള്ള നിങ്ങൾ ഉച്ചയ്ക്ക് പറഞ്ഞത്? ഓക്കെ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഓക്കെ ആണെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരാളങ്ങനെ വിളിക്കുന്നതുകൊണ്ട് താല്പര്യമൊന്നുമില്ല. പിന്നെ അവര്
സംസാരങ്ങളും കാര്യങ്ങളും കേട്ടോണ്ടൊക്കെ ആവും അയാൾ അത് വിളിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അത് ആ ഒരു സമയത്ത് ഞാൻ എന്റെ ഒരു ഇത് പറയാം, അത് പുറത്തത്തെ സംഭവം വെച്ചിട്ടാവും അക്ബർ എന്തായാലും അത് യൂസ് എന്ത് സംഭവത്തിന് മുകളിലാണെങ്കിലും അല്ല അത് വളരെ മോശപ്പെട്ട കാര്യം. എനിക്ക് അങ്ങനെ ഒരു വിളിക്കാനേ പാടില്ലായിരുന്നു. അത് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയില്ല. കാരണം അത് യൂസ് ചെയ്യുന്ന നല്ല വിളിച്ചത് ഇവൻ ചെയ്ത ഏറ്റവും വലിയ അട്ടർ മിസ്റ്റേക്ക്. കാരണം അത് കാരണം രേണുവിന് പോസിറ്റീവ് എന്താണെങ്കിലും കയറും, അക്ബറിനെ അടിക്കും, നെഗ് അടിക്കും. ഇനി അക്ബറിന് നെഗ് അടിക്കാൻ വേറെ റീസൺ ഉണ്ട്. അക്ബർ ഇന്നിരുന്നിട്ട് അനുമോളെ കാര്യത്തെ പറഞ്ഞ സമയത്ത് ഇങ്ങനെ മുടി പറിച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ അക്ബർ കഴിഞ്ഞ ദിവസം ഞാൻ എപ്പിസോഡിൽ തന്നെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അനീഷിന് മെക്കെട്ട് കയറിയിട്ട് വലിച്ചു ഉന്തിയൊക്കെ ഉണ്ട്. അക്ബർ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ്. അക്ബറിന് ഈ ഷോന്റെ ക്രിയേറ്റേഴ്സ് ഉള്ള ആളുകളുണ്ടല്ലോ, ഇതിന്റെ ക്രിയേറ്റീവ് ടീം, അവരിൽ കുറച്ച് ആൾക്കാരൊക്കെ നന്നായിട്ട് അറിയാം. അവരുണ്ടായിരുന്ന ഷോയിലുള്ള ഒരു വ്യക്തിയാണെന്നുള്ള ഒരു മുന്നത്തെ ഷോ അതുണ്ടായിരുന്ന ഒരു സംഗതി അക്ബറുടെ മൈൻഡിൽ കിടക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സ്ട്രാ ഫ്രീഡം അക്ബർ എടുത്തിട്ടാണ് തോന്നുന്നത്. ഇങ്ങനത്തെ സാധനം അക്ബറിന്റെ ഓരോ പ്രവൃത്തിയിൽ നിന്നും അത് വളരെ എവിഡന്റ് ആണ്. കാരണം അക്ബർ ചെയ്യുന്ന ഓരോ പ്രവൃത്തി, തെറിവിളിയാണെന്നുണ്ടെങ്കിലും വൃത്തിയോട് പറയുന്നതാണെന്നുണ്ടെങ്കിലും ആൾക്കാരുടെ മെക്കെട്ട് എടുക്കുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിലും ഒക്കെ അതൊരു എന്താ പറയാ, ഒരു എക്സ്ട്രാ അക്ബറിന് എന്തോ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് എന്നുള്ള രീതിയിലുള്ള സംഗതി. അതായത് ഞാനിവിടെ ഉറപ്പാണ് ഒരു 10-90 ദിവസം ഞാൻ എന്തായാലും കാണും എന്നുള്ള രീതിക്കുള്ള ഒരു കോൺഫിഡൻസിലാണ് അക്ബർ ഇത് കാട്ടിക്കൂട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അക്ബറിന് അത് നെഗ് ആവാനുള്ള ചാൻസ്. അധികാരം പ്രൊജക്ട് ചെയ്യുന്ന കാണില്ല, പക്ഷെ നമ്മളൊക്കെ ചെറിയ ചെറിയ മൈന്യൂട്ട് സാധനങ്ങൾ കാണുന്നത് പെട്ടെന്ന് മനസ്സിലാവും. അക്ബർ കൂടുതൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ എനിക്ക് തോന്നാൻ കാരണം കഴിഞ്ഞ സീസണിൽ നമ്മളൊപ്പമുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് കാണുന്ന സാധനം ഉണ്ടായിരുന്നു. എനിക്ക് ഇതിൽ കുറച്ച് ആൾക്കാരെ അറിയാം, ചെയ്യുമായിരിക്കും പറയുമായിരിക്കും എന്നുള്ളൊരു സംഗതിയൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. അവരെന്നെ പൊളിച്ചു കൊടുക്കുന്നുണ്ടോ. കാരണം ഇതൊന്നും ബിഗ് ബോസിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അങ്ങനെ തോന്നൽ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വെറും തോന്നൽ മാത്രമേ ഇരിക്കുള്ളൂ. കാരണം ഓവർ കോൺഫിഡൻസ് കളിച്ചു കഴിഞ്ഞാൽ വലിയ സുഖം ഉണ്ടാവില്ല. ഗെയിമുള്ള ഇതിപ്പോ എല്ലാരും കൂടെ അനീഷിനെ ഒരു മൂലക്ക് കേൾക്കാൻ നോക്കിട്ട് ഇപ്പൊ അയാളെ അടിച്ചു കയറുന്നത്. അനീഷും രേണു സുധി രണ്ടുപേരും. അനീഷ് സ്റ്റിൽ അനീഷ് എന്താ അറിയോ, അനീഷ് ഞാനിപ്പോഴും ആ ഒരു ലൈനിലാണ് നിൽക്കുന്നത്. അനീഷ് ചില സമയത്ത് എക്സ്ട്രീം വെറുപ്പിക്കലും ചില സമയത്ത് അല്ല അയാള് വെറുപ്പിക്കലാണ്. അത് അയാള് വെറുപ്പിക്കലാവണോണ്ട് തന്നെയാണ് അയാൾക്ക് ഒറ്റപ്പെടാൻ സാധിക്കുന്നത്. അയാള് സ്വന്തമായിട്ട് ഒറ്റപ്പെടാൻ ശ്രമിച്ചുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് അവരെല്ലാവരും അയാളെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. അയാൾക്ക് ആവശ്യം അതാണ്. അതുകൊണ്ട് എന്താ എല്ലാ ദിവസവും ലൈവിലാണെങ്കിൽ പോലും ഫുൾ ടൈം അനീഷാണ്. അല്ല ഡേ 1 ഡേ 3 വരുമ്പോ അനീഷിന് മാറിയിട്ടുണ്ട് കേട്ടോ. കുറെ പേർക്കൊക്കെ ഇത് സ്വയം മനസ്സിലായിട്ട് കുറെ പേര് മാറിയിട്ടുണ്ട്. ഇനി സ്ത്രീജനങ്ങളിൽ കുറെ ആൾക്കാരെന്ത്, പക്ഷെ ഇവരെന്താ പ്രശ്നം എന്നറിയോ, മാറി നിന്നിട്ട് ഒരു കൂട്ടം പേരുന്ന് സംസാരിക്കുമ്പോഴും നമ്മൾ അനീഷ് വരുമ്പോ ഒന്നും സംസാരിക്കണ്ട, കാരണം അനീഷ് സ്പേസ് കൊടുക്കണ്ട, ഇവിടെ അനീഷ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാക്കി അനീഷ് ഒരു പ്രതിമ പോലെ ഇങ്ങനെ നടന്നു പോകുമ്പോ അപ്പോഴും ക്യാമറ അയാളെ തന്നെ നോക്കും. ആ സന്തോഷം കഴിഞ്ഞെല്ലാം ജിൻഡോക്ക് ഉണ്ടായിരുന്നു. ഇതേ സന്തോഷം ജിൻഡോനോട് ഒറ്റപ്പെടുത്താൻ വേണ്ടിട്ട് എല്ലാരും താങ്ക് യു ഇതേ സാധനമാണ് അനീഷിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെടുന്ന രേണുസുതി മനസ്സിലായിരിക്കണം എനിക്ക് കിട്ടേണ്ടതാണല്ലോ കേട്ടോ, അങ്ങോട്ട് പോണെന്നുള്ളത്. അപ്പൊ അങ്ങനെ പേരിടൽ ചടങ്ങിന്റെ സാധനങ്ങൾ പോയപ്പോ വേറെ സാധനം നോട്ട് ചെയ്തോ, ഗിസയിലും മറ്റേ ആര്യനും തമ്മിൽ അല്ലേ എന്തൊരു സംഭവം നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. എന്തായാലും നിങ്ങളെ കുട്ടികളെ എത്തിക്കില്ല കേട്ടോ, സമാധാനം ഇല്ലെങ്കിൽ ഇവിടെ വേറെ ആർമിയാ, ഇവിടെ പൂമ്പാറ്റ ആർമിയാണ്. എനിക്കിഷ്ടമാണ് അവരെ രണ്ടാളും. അപ്പൊ പേരിടൽ ചടങ്ങിലെ സാധനം അങ്ങനെ പോയി. പിന്നെ ചടങ്ങിൽ തന്നെ മറ്റേ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റേ അതിന് രേണു തിരിച്ചും പറഞ്ഞു വന്നിട്ട് അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ പറഞ്ഞു. രേണു തിരിച്ചു പറഞ്ഞത് പിന്നെ എന്താ പറയാ വേട്ടപ്പട്ടി എന്നുള്ള സാധനം, അതൊന്നും സെപ്റ്റിക് ടാങ്കിന്റെ അത്ര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സാധനം ഒന്നും അല്ല. എനിക്ക് ആ വെപ്രാളത്തില് രേണുവിന് വേറെ പേരൊന്നും കിട്ടാൻ മുടിയൊക്കെ 2 കെട്ടൊക്കെ കെട്ടി നോക്കിണ്ട്. പിന്നെ പക്ഷെ കൈയടിക്കണേന്ന് പക്ഷെ വേറെ ആസ്പെക്ട് ഉണ്ട് കേട്ടോ അതിനകത്ത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു അത് യൂസ് ചെയ്തു എന്നുള്ളത് രേണുവിന്റെ ഗെയിമാണ്. അത് ഞാൻ സമ്മതിച്ചു. ആ ഒരു വേർഡ് എടുത്തിട്ട് മാക്സിമം പറ്റുന്നിടത്തോളം യൂസ് ചെയ്യുന്നുണ്ട്. വേർഡിന്റെ മുകളിലേക്ക് അവർ കൊടുന്ന് വെച്ച ക്യാമറ സൂം ചെയ്യിച്ചൊരു അമ്മമാരുടെ ഞാൻ അമ്മയാണ്, കേരളത്തിന്റെ അമ്മയൊക്കെ ആയി മാറിയിട്ടുണ്ട്. അതായത് സിംഗിൾ പാരന്റ് ഇത്രയും കാലം നമ്മൾ കേരളത്തിന്റെ പെൺകുട്ടീനെ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ കേരളത്തിന്റെ അമ്മയെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അമ്മയെ കിട്ടിയിരിക്കുകയാണ്, കേരളത്തിന്റെ അമ്മയെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. സംഗതി രേണുവിന്റെ ആ സാധനം ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് രേണു അത് കൃത്യമായിട്ട്, അതായത് ആ ക്യാമറയിൽ കൃത്യമായിട്ട് നൂറ ഇരിക്കുന്ന സമയത്ത് അത് പ്ലേസ് ചെയ്യുന്ന രീതി കണ്ടോ, ഇമോഷൻസും ആ സങ്കടമൊക്കെ വെച്ചിട്ട് 37 സാധനം എന്താ അറിയോ സുധിച്ചേട്ടൻ എന്നുള്ളതാണ് കളഞ്ഞ്
സൈഡിൽ തട്ടി, എന്നിട്ട് തട്ടിയിട്ട് ഞാൻ ഒറ്റപ്പെട്ട അമ്മമാരുടെ റെപ്രസെന്റേറ്റീവ് കുറച്ചേരം കഴിയുമ്പോൾ സൂചിച്ചേട്ടൻ ആരാണ് ലാലേട്ടൻ വന്നിട്ട് സുധിക്ക് വേണ്ടി കളിക്കാൻ, അല്ല ഞാൻ അമ്മമാർക്ക് വേണ്ടി കളിക്കാൻ വന്നു. ഞാൻ കേരളത്തിലെ ക്യാമറയ്ക്ക് നോക്കിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ കളിക്കണേ, വേണമെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്തോന്നൊക്കെ ഉള്ള മാതിരി എന്റെ ഉത്തരവാദിത്തമല്ല, ഞാൻ ഇങ്ങനെ പോകും, വേണമെങ്കിൽ വോട്ട് ചെയ്യിപ്പിച്ചോന്നൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു ഐറ്റം ഒക്കെ അടിച്ചിട്ട് അതിന്റെ മുകളിൽ ക്യാഷ് ഇൻ ചെയ്ത് കുറച്ച് പോസിറ്റീവ് ആവാൻ ആരൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതിന്റെ ഒരു സ്വഭാവം വെച്ച് നാളെ തന്നെ തിരിയാനുള്ള ചാൻസ് ഉറപ്പാണ്. വായന വേറെ എന്തെങ്കിലുമൊക്കെ വരും, വരാതിരിക്കൊന്നുമില്ല. പിന്നെ വന്നത് കല്ലിന്റെ ടാസ്ക്, കല്ലിന്റെ പണി. കല്ലിൽ പണി ആക്ച്വലി അജിലിറ്റി വേണ്ട ഒരു ഫാക്ടറാണ്, സ്ട്രെങ്ത് വേണ്ട ഒരു ഗെയിമാണത്. അജിലിറ്റിയും സ്ട്രെങ്ത്തും ഉള്ളവർ തന്നെയാണ് അതിൽ എന്ത് ചെയ്തത്, ഡോമിനേറ്റ് ചെയ്ത് നിന്നതും. കല്ല് കിട്ടി ഇതിലെന്താ അറിയോ, എന്തെങ്കിലും കിട്ടിയാ വിൻ ചെയ്തു നമുക്ക് ഉറപ്പിച്ച് പറയാൻ വയ്യ, പോയാൽ നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പിച്ച് പറയാൻ വയ്യ. എല്ലായിടത്തും പ്രശ്നം. നല്ല ട്വിസ്റ്റ് ഉണ്ട് ബിഗ് ബോസ്. അതായത് ബിഗ് ബോസ് നല്ല രീതിയിൽ വളച്ച് സാധനം ഇത് തുടക്കം മുതൽ അവസാനം വരെ കീപ്പ് ചെയ്യണം. ഒരു 10-40 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പരിപാടി നിർത്തിയിട്ട് പിന്നെ ആസ് യൂഷ്വൽ പരിപാടിയിൽ പോകരുത്. ആദ്യം മുതൽ അവസാനം വരെ ഇത് പണി വന്നുകൊണ്ടേ ഇരിക്കണം. എന്നാ അല്ലേ എല്ലാരും കൂടെ വോട്ട് ചെയ്ത് അയാളൊരു സൈഡിലേക്കാക്കാൻ നോക്കിയപ്പോ അയാള് ഹാപ്പിയായി. അപ്പൊ അങ്ങനെ കല്ലിന്റെ പരിപാടി തുടങ്ങി. കല്ലിന്റെ പരിപാടിയിലെ പണി, ആദ്യ പണീന്റെ ട്വിസ്റ്റ് വന്നത് തന്നെ മറ്റേ ഷാനവാസ മറ്റേ കല്ലെടുത്താണ്, ഗോൾഡ് എടുത്തത്. അത് ശരിക്കും നല്ലൊരു മൂവ് ആയിരുന്നു. അത് ഒരിക്കലും അയാള് ഭയങ്കരമായ മൂവ് ചെയ്തൊന്നല്ല, മറ്റയാളെ മുന്നിൽ ഇയാളെ മുന്നിക്ക് പോയി ചാടി അയാളെ അടുത്ത് പോയി. പിന്നെ ആരും എന്ത് കണ്ടിട്ടാണ് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നടക്കണം. അല്ല അങ്ങനെങ്കിലും ഒനീലിനെ കണ്ടല്ലോ. ഞാൻ ആദ്യത്തിൽ കപ്പടിക്കുന്നൊക്കെ വിചാരിച്ച ആളാണ്. കേറി വരികയായിരിക്കും, പറയാൻ പറ്റില്ല. കാരണം ആസ് എൻ എക്സ് കണ്ടസ്റ്റന്റ് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോ ക്യാമറ സ്പേസ് തരാഞ്ഞിട്ടായിരിക്കാം, കാണിക്കാഞ്ഞിട്ടായിരിക്കാം. അതുണ്ട് കേട്ടോ അതിനകത്ത്. അപ്പൊ നമ്മൾ അയാളെ കാണുന്നില്ല എന്ന് പറയുമ്പോ അയാൾ ചെയ്യുന്നുണ്ടാവും, അയാളെ കാണിക്കുന്നുണ്ടാവില്ല. അതെ, അല്ല ലാസ്റ്റ് ഞാൻ മനസ്സിലാക്കണം എന്താ വെച്ചാൽ നല്ല പോയിന്റ്സ് പറഞ്ഞാൽ കാണിക്കുന്നുള്ളതാണ്. അല്ല നല്ല ചില പോയിന്റ്സ് കാണിക്കാറുമില്ല. ചിലപ്പോ ഏറ്റവും പൊട്ട പോയിന്റ്സ് എടുത്ത് കാണിക്കും. മനസ്സിലായില്ല, ഒരാളെ ക്യാരക്ടർ പോർട്രേറ്റ് ചെയ്യുന്നത് ഇവർ തന്നെയാണ്. ഇപ്പൊ ഒനീല് വന്നിട്ട് ആര്യനോട് ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം നല്ല കാര്യമായിരുന്നു, അപ്പാനിയുടെ നേരിലായിട്ട് പോയി. കാരണം അവരുടെ ആ ഒരു ചേട്ടൻ അനിയൻ സാധനം ഇങ്ങനെ ബ്രോമാൻസ് തുടങ്ങിയ ഒരു സെറ്റപ്പ് ആദ്യം തന്നെ പറഞ്ഞു. അതായത് തുടക്കത്തിൽ തന്നെ ഒനീൽ അത് പോയിന്റ് ഔട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ ഒനീൽ ഡെഫിനറ്റ്ലി എന്താണ് ബാക്കിയുള്ളവരുടെ ഗെയിം വീക്ഷിക്കുന്നുണ്ട്. അയാൾ കളിയിൽ ഇറങ്ങുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ഇപ്പോഴും വിസിബിൾ അല്ലെങ്കിലും ബാക്കിയുള്ളവരെ കൃത്യമായിട്ട് ഇപ്പൊ ഷാനവാസിനോട് കല്ലെടുക്കാൻ പറഞ്ഞതും ആര്യനോട് കളിക്കാൻ വന്ന സ്ഥലത്ത് പോയിട്ട് 24 മണിക്കൂറും വീക്ഷിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ടിവിയിൽ വീക്ഷിക്കേണ്ടി വരും. അതിന് വേറെ കാര്യമുണ്ട്, നമ്മൾ കാണുന്നതല്ലേ ഉള്ളൂ. കളിക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ കാണിക്കാത്ത ഒരു സീനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ ബിഗ് ബോസിനെ കൊണ്ടുള്ള സീൻ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കളിച്ചു വന്ന ഒരാൾ അല്ലെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾ എന്നുള്ളത് എനിക്ക് പറയാം. ചിലപ്പോൾ ചിലത് കാണിക്കില്ല, ചിലത് കാണിക്കും. ആ സീനുള്ളതുകൊണ്ട് നമുക്കൊന്നും പറയാൻ അൺസർട്ടൈൻ ആണ്. മനസ്സിലായില്ല, അതാണ് പ്രശ്നം. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വിറ്റ് പോണ സാധനങ്ങളല്ല അവർ കാണിക്കുള്ളൂ. കാരണം വിറ്റ് പോണ ടോപ്പിക് ഇപ്പൊ എന്താ അറിയോ, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 3 ദിവസം കൊണ്ട് വിറ്റ് പോണ ടോപ്പിക് എന്ന് പറയുന്നത് അനീഷ്, രേണുസുതി, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ് ഇതിൽ വിറ്റ് പോണ സാധനങ്ങള്. അപ്പൊ അത് അവര് മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ എല്ലാത്തിനും ഇടയിൽ നെവിന്റെ വക, എന്റെ പൊന്നെ നെവിന്റെ വകയുള്ള സാധനങ്ങൾ വഴിക്കുന്നു. ആരിന് മുന്നേ തന്നെ ഇരുന്നിട്ട് നീ എന്നെ സംശയിക്കാത്ത, നീ ഇന്നലെ മുണ്ടെടുത്തോണ്ടല്ലേ പോയത്, നീ ശ്രദ്ധിക്കണ്ടേ. ലാസ്റ്റ് എന്നിട്ട് എന്താ ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇതും പോട്ടെ, ഇവര് മണ്ടന്മാരാണോ ശരിക്കും? ഒരു സ്വർണ്ണക്കല്ല് കാണാനില്ല, അത് നെവിന്റെ കയ്യിലുണ്ട്. ആര്യന് മനസ്സിലായിട്ടേ ഇല്ല ഇവനെ അടിച്ചു മാറ്റിയത്. മറ്റോണ്ട് ചോപ്പും മേടിച്ചിട്ട് കല്ലും തിരിച്ചു കൊടുത്തു. നീ എന്നെ സംശയിക്കില്ല, ഞാൻ സംശയിക്കണമെന്നില്ല. ഞാൻ കള്ളനാണ്. അതല്ല, എന്നിട്ട് അത് പറയുന്നുണ്ട് 2 ദിവസം കഴിയുമ്പോ എല്ലാം അറിയുമ്പോഴാണ് ആരെ കാട്ടുകളെന്നാ പറയാ. പക്ഷെ നാളെ വരുമ്പോ ചിലപ്പോ ഇയാള് ഈ ആഴ്ച പുറത്താതിരുന്നല്ലേ, നിന്നെ ഞാൻ രസമായിരുന്നു. പിന്നെ അക്ബറും ആര്യനും കൂടി കൺവെൻഷൻ റൂമിൽ പോയിട്ട് നോമിനേഷന്റെ കാര്യത്തിൽ അത് ശരിക്ക് അക്ബർ കുറച്ച് ഞാൻ ഓക്കെയാണ്, ഞാൻ ഇവന് വിട്ടുകൊടുക്കുകയാണ് എന്നുള്ള രീതി. അതായത് ആര്യൻ അവിടെ ചുമ്മാ ഒന്നും പറഞ്ഞില്ല, ഈ ആഴ്ച ഞാൻ അടുത്ത ആഴ്ച ഞാൻ ഉണ്ടാവൂലോ എന്നുള്ള സംഗതിയെ പറഞ്ഞിട്ടുള്ളൂ. അക്ബറിന് ഇപ്പൊ ഒരു ഹെയ്റ്റ് കയറി, അക്ബറിന് ഇനി ഹെയ്റ്റ് കയറും.
കാരണം അക്ബറിന്റെ ഒരു ബോഡി ലാംഗ്വേജും അക്ബറിന്റെ രീതി അങ്ങനെ ആയതുകൊണ്ട് അടുത്ത ആഴ്ച പണിയും വരും. ഹെയ്റ്റിന്റെ കാറ്റടിക്കുന്നത് അക്ബറിന് എങ്ങനെയോ ഒന്നും മനസ്സിലായിട്ടുണ്ട്. അതാണ് മാപ്പൊക്കെ ഇല്ല, പിന്നെ മാപ്പ് പറയില്ലാന്നും പറഞ്ഞു. പിന്നെ പറയില്ലാന്നും പറഞ്ഞിട്ടുണ്ട്. പറയുന്നുണ്ട് പിന്നെ പറയില്ലാന്നും പറഞ്ഞു. അത് അവള് യൂസ് ചെയ്യാൻ അവളെ ഗെയിം. അത് നീ അക്ബർ പറഞ്ഞിട്ടാണല്ലോ അങ്ങനെ യൂസ് ചെയ്യുന്നത്. അല്ല, അങ്ങനത്തെ കാര്യത്തിൽ നൈസായിട്ട് സ്കിപ്പ് ആവണാണ് എപ്പോഴും നല്ലത്. അതിന് പ്രശ്നം ഉണ്ടായ ഒരു മാപ്പ് പറഞ്ഞു എല്ലാം ഇന്ന് തീർത്ത ആളുകളെ മനസ്സിൽ മാപ്പ് പറഞ്ഞല്ലോ എന്നൊരു തോന്നലുണ്ടാവും. അല്ല, അത് മാത്രല്ല, ഇതെന്താ പറയാ, വേറെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3 ദിവസമായിട്ടുള്ളൂ. ഒരു 10-15 ദിവസം കഴിഞ്ഞ് 2 എവിക്ഷൻ ഒക്കെ കഴിഞ്ഞ് ലാലേട്ടൻ വന്നിട്ടുള്ള 2 എപ്പിസോഡ് കഴിയുമ്പോഴാണ് നമുക്ക് പുറത്തെ വൈബ് എന്താണെന്നുള്ള ഗസ് ചെയ്യാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇപ്പൊ തന്നെ തുടക്കത്തിൽ നമുക്ക് കാണിക്കുന്ന ഒക്കെ മാസമായിട്ട് ഇതിൽ ലാലേട്ടൻ ചിലപ്പോ പുറത്തത്തെ സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ അങ്ങനത്തെ മിസ്സിങ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പുറത്തെന്താന്നുള്ളത് അറിയിച്ചു കൊടുക്കാൻ കുറച്ച് 2 പേരെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ചിരുന്നു പുറത്തത്തെ ലാലേട്ടൻ്റെ ചെറിയ സൂചന കൊടുത്തൂടെ. ഇല്ല, അത് കൊടുക്കില്ല, ഇപ്രാവശ്യം കൊടുക്കാൻ ചാൻസ് ഇല്ല. കാരണം എന്താ പറയാ, മാക്സിമം ഒരു പുറത്തുള്ള അറിയാതെ ഓപ്പോസിറ്റ് ചിലപ്പോൾ പറഞ്ഞു. കഴിഞ്ഞ പറഞ്ഞു തീരുന്നുണ്ട്, അത് ഓപ്പോസിറ്റ് അടിച്ചിരുന്നു സാധനങ്ങൾ. ഇതിപ്പോ ആളുകളെ കയ്യടി പോലും ഉള്ളിൽ അറിയാത്തോണ്ടാ വലിയ പ്രശ്നം. കാരണം അങ്ങനെ പുറത്തുനിന്നുള്ള കിട്ടിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ ഭയങ്കര കുരുട്ടുകളുണ്ടാവും, മനസ്സിലായി. അവർക്ക് കിട്ടുന്നതോട് കൂടിയിട്ടാ വരുന്നത്. ഇപ്പൊ ഗിസേലിനെ പോലുള്ള ഒരാൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗിസേലിനെ പോലുള്ള ഒരാൾക്ക് പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓൾറെഡി ബിഗ് ബോസിനെ കുറിച്ചൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഗസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കളിക്കാൻ പറ്റും. പിന്നെ ഈ ലാലേട്ടൻ മറ്റേ ചെയ്താൽ മതി, ഓപ്പോസിറ്റ് പറഞ്ഞു കൊടുക്കുക. അതായത് നല്ല സൂപ്പറുള്ള ആൾക്കാരെ 7ന്റെ പണിയല്ലേ അങ്ങനത്തെ പണി. ഇനിയിപ്പോ അടുത്ത് കേറുന്ന ആൾക്കാരുണ്ടാവല്ലോ, ഒരു 2 ആള് പോകുമ്പോ ഒരാളെങ്കിലും കേറാനുണ്ടാവല്ലോ. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചില ആൾക്കാരൊക്കെ കാട്ടിയമാതിരി പുറത്തുനിന്ന് നിന്നിട്ടേ ഉള്ളത്തെ പേരൊക്കെ പറഞ്ഞു കൊടുക്കണൊക്കെ ഉണ്ടാവും. അതോ പറഞ്ഞു കൊടുക്കാതിരിക്കാൻ അങ്ങനെ പ്രൊവിൻസ് ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ഗെയിമാണ്. ഇപ്പൊ ഇന്റെ ഗെയിം ചെയ്യുന്നു പുറത്തുനിന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് 2 റീസൺ. എന്തായാലും കൊണ്ടൊരു മെച്ചുണ്ടായത് എനിക്ക് പേഴ്സണലി വെച്ചുണ്ടായതിന്. കാരണം ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് കണ്ടത് ജാസ്മിൻ ആയിക്കോട്ടെ, ഇന്റെ ഗെയിം എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ ചെന്നിട്ട് ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അന്നത്തെ സർവൈവിങ് സാധനം ഞാൻ കണ്ടതാണ്. അവിടെ എങ്ങനെയാണ് ആ സാധനം ഉള്ളത് എന്നും ആ വ്യക്തി എങ്ങനെയാന്നുള്ളത്. സോ എനിക്ക് അപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ അത് കണ്ട സമയത്ത് എനിക്ക് എന്താ തോന്നിയത്, ഞാൻ അവിടെ പോയിട്ട് അഭിഷേക് ഇട്ട് അടിക്കുന്ന മാതിരി അല്ലെങ്കിൽ ബാക്കിയുള്ളവരിട്ട് അടിക്കുന്ന മാതിരി അടിച്ചു കഴിയുമ്പോൾ എനിക്കൊരു ഹ്യൂമാനിറ്റി ഇല്ലേ. ഞാൻ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, നാട്ടുകാരിന്റെ എക്സ്പെക്ടേഷൻ ഉണ്ട്, പുറത്ത് സ്നേഹം ജിത്തുബായി എക്സ്പെക്ടേഷൻ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പെക്ടേഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ പറയുക, അവിടെ പോയി കഴിയുമ്പോൾ എത്ര വലിയ കൊലകൊമ്പനാണെന്നുണ്ടെങ്കിലും നമ്മളെ മൈൻഡ് ഒന്ന് കിടുങ്ങും, മനസ്സിലായില്ലേ. നമ്മളൊന്ന് അതിനകത്ത് ഇരുന്നൊന്ന് കുലുങ്ങും, പിന്നെ നമ്മളൊന്ന് ചിന്തിക്കും, നമ്മളെ സർവൈവലും നമ്മൾ നോക്കും. ഓണെ പോസിറ്റീവ് നോട്ട് സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിനകത്ത് ഭയങ്കര പാടാണ്. ഓണെ നെഗറ്റീവ് നോട്ട് സർവൈവ് ചെയ്യാൻ വളരെ സുഖമാണ്. അതാണ് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത്. നിങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, തല്ലിപ്പൊളിയായി നെഗറ്റീവായിട്ട് സർവൈവ് ചെയ്യാൻ പാടാണ്. ഓൺ എ പോസിറ്റീവ് നോട്ട് സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിനകത്ത് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ടാസ്ക്. അത് കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് പോവുക. അതായത് ഞാൻ അവിടെ വലിയ അലമ്പോ കച്ചറ ഉണ്ടാക്കിയില്ല, എനിക്കറിയാം. പുറത്തിറങ്ങിയാലും എന്നോട് ഇപ്പോൾ പറയാ ഏറിപ്പോയ ഈ മരവാഴ അല്ലെങ്കിൽ മറ്റത് അല്ലെങ്കിൽ നീ അത് ചെയ്തില്ല, ഇങ്ങനത്തെ ചോദ്യങ്ങളേ ഉണ്ടാവുള്ളൂ. ബട്ട് നോ വൺ ഈസ് ഗോയിങ് ടു ആസ്ക് എന്ത് നീ അന്ന് മാസ് കാണിച്ചതല്ലേ, നീ ഇങ്ങനെ കാണിച്ചതല്ലേ. എനിക്ക് ഈ മാസ് കാണിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ, എനിക്ക് ഞാനായിട്ട് ജീവിക്കാം. അല്ല, വെറുതെ നിൽക്കുന്നിടത്തൊന്ന് മാസ് കാണിക്കുക എന്നുള്ളതല്ല, സിറ്റുവേഷൻസ് വരുമ്പോ മാസ് കാണിക്കുക എന്നുള്ളതാണ്. പിന്നെ അതും മാസ് കാണിക്കുക എന്നുള്ളതല്ല, മാസ് കാണിച്ചാലും പുറത്ത് വിടില്ല എന്നാണ്. അങ്ങനെയല്ല, നമ്മൾ ഒരാളോട് എന്താണെന്ന് ചോദിക്കേണ്ടടുത്ത് അത് ചോദിക്കുമ്പോ ചോദിച്ചത് പുറത്ത് വിട്ടില്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാലോ, നമ്മൾ ഓഡിറ്റ് ഉണ്ട്, നമ്മൾ പറഞ്ഞതും ചെയ്തതും കാര്യങ്ങൾ പുറത്ത് വന്നു ഇല്ല എന്നുള്ളത് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഏത് ബിഗ് ബോസ് സീസണിൽ ഏത് കണ്ടസ്റ്റന്റ് വേണമെങ്കിലും എടുത്ത് ചോദിച്ചോ, അവർക്കൊക്കെ ഒരൊറ്റ കാര്യമേ പറയാനുണ്ടാവുള്ളൂ, എന്തറിയോ, ഞാൻ ചെയ്തതൊന്നും പുറത്ത് വന്നില്ല, പലതും പുറത്ത് വന്നില്ല, പലതും പുറത്ത് വന്നത് ഞാൻ ഉദ്ദേശിച്ചതുമല്ല, അത് ഡിഫറെന്റ് ഷെയ്ഡ് ഡിഫറെന്റ് ആംഗിളിലാണ്. അപ്പൊ ഞാൻ ആലോചിക്കുന്നു മാരാരൊക്കെ പോലത്തെ ആൾക്കാർ എന്തൊക്കെ അടിപൊളി ഭൂകമ്പങ്ങൾ അതിനുള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം അയാൾ ഇത്രയും കട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അയാൾ എന്നിട്ട് തന്നെ നല്ല മാരാറിന്റെ സീസണിലെ വേറൊരു കാര്യം എന്താ, ഫ്രം ദ 10th ഡേ ഒരു 10 ദിവസം ഒരു രണ്ടാഴ്ച എനിക്ക് ഒന്ന് 2 എവിക്ഷൻ കഴിഞ്ഞേക്കാ, പിന്നെ ദാറ്റ്സ് കംപ്ലീറ്റ്ലി മാരാർ ഷോ ആയി. വേറെ ആർക്കും അവിടെ എനിക്ക് ശോഭ മാത്രമാണ്, പിന്നെ ജുനൈസ് ഒന്ന് ട്രൈ ചെയ്തു, അത്രേ ഉള്ളൂ. അത് സാധനം. പക്ഷെ ഞാൻ പറഞ്ഞു, നിങ്ങള് എനിക്ക് ബിഗ് ബോസിലെ ഒരു വിന്നറിനെ പോലെയും മാരാറിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം മാരാർക്ക് 2 ആഴ്ച കൊണ്ട് അത് സെറ്റായി, ഗെയിം മാരാര് സെറ്റായി. കാരണം മാരാർക്ക് മനസ്സിലായി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരും എന്തില്ല, അയാൾക്ക് അത്ര ഇല്ലാന്ന് മനസ്സിലായപ്പോൾ സെറ്റായി. അത് മാരാറിന്റെ സ്പെഷ്യാലിറ്റിയാണ്, അത് മാരാറാണ്.
അല്ലാത്ത സീസണിലൊക്കെ ഇങ്ങോട്ട് ചോദിക്കും എല്ലാവർക്കും ടക്കർ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ടക്കറുകൾ ഉണ്ടാവും. അല്ല മലയാളിക്ക് ഉണ്ടായിരുന്നു, റിനോഷ് അവിടെ നിൽക്കായിരുന്നെങ്കിൽ അയാൾക്ക് റിനോഷും എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ആയപ്പോഴാ പിക്കായ. നമ്മളും റിനോഷിനെ ഇരുന്നിട്ട് CCTV ക്യാമറ ഒന്നും വാഴന്നൊക്കെ നമ്മളും റിനോഷിനെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ആയപ്പോഴാണ് റിനോഷ് ഒന്ന് വെർബലി സ്ട്രോങ് ആയി വന്നപ്പോഴാണ്, റിനോഷിന് കുറച്ചുകൂടി സ്പേസ് കൊടുത്തു തുടങ്ങിയപ്പോഴാണ് റിനോഷിന് നമുക്ക് എന്ത് തോന്നി കൊള്ളാം എന്നുള്ളൊരു സാധനത്തിൽ വന്നത്. അൺഫോർച്ചുനേറ്റ്ലി റിനോഷിന് ആ ഒരു ഇൻസിഡന്റ് കൊണ്ട് പുറത്തു കൊണ്ടി വന്നു. നമ്മളെ ബ്ലസ്സിലൊക്കെ അതുപോലെയാണ്, മാസ് പറയാത്ത ആളാ ബ്ലസ്സിലൊക്കെ പറയുന്ന കാര്യങ്ങള് കറക്റ്റ് പറയേണ്ടതുകൊണ്ടാണ്. ആ റോബിനൊക്കെ എന്തുണ്ടായിട്ടാണ് മാസം നിന്നത് എനിക്കൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ചില സാധനങ്ങള് റോബിനൊന്നും ചെയ്തിട്ടല്ല, റോബിനെ എല്ലാരും കൂടെ ഒരു സൈഡിൽ മൂലക്ക് കിട്ടാൻ നോക്കിയത്. ഒരു മാസ സാധനം ബിഗ് ബോസിൽ എങ്ങനെയാ വരുന്നത് അറിയോ? തുടക്കത്തിലൊന്നും ഈ മാസ സാധനങ്ങളൊന്നും കിട്ടില്ല, ആർക്കും കിട്ടാൻ ചാൻസ് ഇല്ല. ഒരു 40-50 ദിവസം കഴിയുമ്പോ ഈ ചെറിയ റീൽസ്, കട്ട് സാധനങ്ങള്, ഇങ്ങനത്തെ ആസ്പെക്ട്സിലാണ്. അതിന്റെ മുകളിൽ PR ഒന്നും പറയാൻ പറ്റില്ല, പലതരത്തിൽ ഈ സാധനങ്ങൾ വരുമ്പോഴാണ് ഇതിന്റെ ഒരു മാസ് എലമെന്റ് കയറുന്നത്, മാസ് സാധനം. പിന്നെ അയാൾ നോട്ടീസ് ചെയ്യപ്പെടും. പിന്നെ ആ പറയുന്ന സാധനങ്ങളൊക്കെ എന്താവും, ഒരു തരം മാസിലേക്ക് അത് കൊണ്ടുപോകും, എല്ലാം മിക്സ് ചെയ്ത് കാണിക്കും. പിന്നെ അത് മിക്സ് ചെയ്തിട്ട് ഒരു 50-60 ദിവസം കഴിഞ്ഞാലാണ് ആക്ച്വലി ബിഗ് ബോസിന്റെ എന്ത് വരിക, ഒരു കോർ ഓഡിയൻസ് വരിക. ഒരു ഇനീഷ്യൽ സ്ഥാനത്ത് മാറി കുറച്ചൊക്കെ എല്ലാവരും ഓരോരുത്തരുടെ സൈഡിൽ കയറി ഓരോരുത്തരുടെ ഗെയിം ഇഷ്ടപ്പെട്ട് ഒരു സീസണിന്റെ ഫാൻ ഫോളോയിങ് ഒരു 60 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങും. അവിടെയാണ് പിന്നെ കാര്യങ്ങളുടെ മാറ്റങ്ങൾ സംഭവിക്കുന്നതും കളി മാറുന്നതൊക്കെ അവിടെയാണ്. അത് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അത് സെൻസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. അങ്ങനെ സെൻസ് ചെയ്ത ഒരാളായിരുന്നു. ഇപ്പൊ ജിൻഡോ ജയിച്ചതിൽ ഒന്നും പറയുന്നില്ല, കാരണം ജിൻഡോ അത് മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലായി, അതായത് എന്താണ് ആൾക്കാർക്ക് ആവശ്യം എന്നുള്ള മാസ് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ സീസണിലും അത് മനസ്സിലാക്കുന്നവരാണ് എന്ത് ചെയ്യാ, പോയി കപ്പടിക്കുക. അല്ല, അതൊരു ടൈപ്പ് ഓഫ് ബ്രില്യൻറ്റ് പ്ലേ ആണ്. കാരണം ഞാനും കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോനെ സപ്പോർട്ട് ചെയ്തതാണ്. ജിൻഡോ കളിക്കുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നൊരു മനുഷ്യനാണ്. കാരണം എന്താ വെച്ചാൽ ജിൻഡോയ്ക്ക് പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടി അങ്ങനെ കളിക്കണം എന്നുള്ളതും അതിന്റെ ഉള്ളിൽ ജിൻഡോയ്ക്ക് വേണ്ടി അങ്ങനെ കളിക്കണം എന്നുള്ളത് വ്യക്തമായി അറിയായിരുന്നു. അപ്പൊ എനിക്കൊക്കെ സംഭവിച്ചത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെ പുറത്തുള്ളവർക്ക് വേണ്ടി കളിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വേണ്ടി മാത്രമുള്ള ഒരു കളി ആയിരുന്നു. കാരണം ഞാൻ ആദ്യം മുതലേ പറയുന്നത് ഞാൻ പഠിക്കാൻ പോകണ ആ സീനല്ല. എനിക്ക് കളിക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ ഇൻഡിവിജ്വൽ ഗെയിമിനാണ് കളിച്ചത്, എൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയാണ് കളിച്ചത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ 5 ലക്ഷം ഞാൻ പെട്ടിരുന്ന് ചാടുക. 5 ലക്ഷം തന്നെ എങ്ങനെയാണ് ഞാൻ പെട്ടിരുന്ന് ചാടുമായിരുന്നു. പിന്നെ എനിക്ക് ഇൻഡിവിജ്വൽ ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം, എൻ്റെ മൈൻഡിൽ അത്രേ ഉണ്ടായിരുന്നു, ഞാൻ എഴുതി ചാടി. സോ അത്രേ ഉള്ളൂ. ഒരു ഇൻഡിവിജ്വലിനനുസരിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ മാറും. വേറൊരു രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ഇതൊരു ഷോ ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോന്റെ ഭാഗമാകുമ്പോൾ നമ്മൾ ജിൻഡോ കളിച്ച പോലെ നമുക്ക് വേണ്ടിയും കളിക്കണം, ആ ഷോക്ക് വേണ്ടിയിട്ടും കളിക്കണം. അതായത് പുറത്ത് നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കളിക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടി കളിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനമുണ്ട്. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഞാനാണ്. അത് മാത്രമാവാൻ പാടില്ല. എനിക്ക് എന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ അല്ലല്ല, അതൊരു ഇത് കൊടുക്കണം. കാരണം ജിത്തുവാനെ പോലെ ചോദിക്കുന്ന കുറെ പേര് കമന്റ് ബോക്സിലുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് നിങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്, ബട്ട് നോട്ട് മോർ ദാൻ മീ. മനസ്സിലായോ? ഇപ്പൊ എനിക്ക് പ്രേക്ഷകരോട് നിങ്ങളോടൊക്കെ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു ബിഗ് ബോസ് പോയപ്പോൾ, നിങ്ങളുടെ ഒരു ഇതിനനുസരിച്ച് ഞാൻ ഉയരുക എന്നുള്ളത്. പക്ഷെ എനിക്ക് എൻ്റെ ഫാമിലി, എൻ്റെ സറൗണ്ടിങ്, എൻ്റെ വെൽബീയിങ്, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യം, എനിക്ക് നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ, എൻ്റെ വെൽബീയിങ് തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഇപ്പം ഞാനത് ബിഗ് ബോസ് പോയിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ മാസമായിട്ടാണ് കളിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സായികൃഷ്ണൻ കിട്ടുകയുണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞു പകുതി അറിയോ ഞാൻ പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബിഗ് ബോസിക്ക് ഒരാളെ ഇപ്പൊ വെറും ഒരു സാധാരണക്കാരെ ഇപ്പൊ എന്നെ തന്നെ കൂട്ടാം. എന്നെന്തുകൊണ്ടാ ബിഗ് ബോസിക്ക് വിളിച്ചുകൊണ്ട് പോകാത്ത? എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്ത് അങ്ങനെയല്ല, നമ്മളൊരു കാര്യങ്ങൾ ചെയ്ത് ആളുകളെ സപ്പോർട്ടുകളും കാര്യങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എങ്ങനെയാലും ബിഗ് ബോസ് പോലത്തെ ഒരു ഷോക്കൊക്കെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ആൾക്കാരുടെ ബ്രില്യൻസ് നമ്മൾ ആളുകളെ പ്രതിനിധീകരിച്ചിട്ട് തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ബിഗ് ബോസ് ഷോയുടെ ആൾക്കാരോട് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ദീസ് ആർ മൈ ടിക്ക് മാർക്സ്. ഇത്ര കോളങ്ങളാണ് എനിക്ക് ടിക്കേണ്ട. അച്ഛൻ്റെ പ്രശ്നങ്ങളുണ്ട്, എനിക്കൊരു ചേഞ്ച് വേണം, എനിക്ക് എൻ്റെ ബിഹേവിയർ ചേഞ്ച്. ഇനി അത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞ്, അതിൻ്റെ വോയിസ് ഒക്കെ ഞാൻ പുറത്തോട്ടുണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ അത് കൃത്യമായി പറഞ്ഞ് അവർക്ക് ആവശ്യം എന്തായിരുന്നു, സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ എൻറ്റിറ്റിയെ പുറത്തൊരു സായി കൃഷ്ണൻ എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കുക. അവർക്കും അത് ആവശ്യമാണ്. മനസ്സിലായി? അവരുടെ ആവശ്യം അതായിരുന്നു, എൻ്റെ ആവശ്യം ഇതായിരുന്നു. സോ അത് കണക്റ്റായി. പിന്നെ അവർക്ക് ഒരിക്കലും എൻ്റെ എന്താ പറയുക ഒരു മറ്റേ മാസ സാധനം കൊണ്ടുപോയിട്ട് വ്യൂവർഷിപ്പ് ഉണ്ടാക്കണമെന്ന് അവർക്ക് ഉണ്ടായിട്ടില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ. ഞാൻ കയറിയ സമയത്ത് മാത്രമേ ഒരു വ്യൂവർഷിപ്പിന് വേണ്ടി അവർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതിനുശേഷം ഇന്ന വെച്ചൊരു വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ അവർ നോക്കിയിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പുറത്തിറങ്ങിയിട്ട്. അവർ വ്യൂവർഷിപ്പ് ഉണ്ടാക്കിയത് മൊത്തം ബാക്കി ജാസ്മിൻ ഗബ്രി ആ സീനിലാണ്. ആ സീസണിൽ ദേ നീഡ് മീ ലൈക്ക് ഓൺലി ഫോർ ദിസ്. അതായത് സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ആളെ ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ് എന്നുള്ള ആസ്പെക്റ്റിൽ അവർക്ക് പോർട്രേറ്റ് ചെയ്യേണ്ടിയിരുന്നു.
എനിക്കും അതായിരുന്നു ആവശ്യം ഉണ്ടായിരുന്നത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൈൻ ചെയ്ത് പുറത്തിറങ്ങിയതിന് ശേഷം ഇന്ന് ഇരിക്കുന്ന നിമിഷം വരെ ബിഗ് ബോസിനോട് അതിന് ഭയങ്കരമായിട്ട് കടപ്പാടുണ്ട് എനിക്ക്. കാരണം ഞാൻ ഒരുപാട് മാറി, ഒരുപാട് ഞാൻ റിലാക്സ്ഡായി, ഒരുപാട് സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ലൈഫിൽ. അത് സത്യം പറഞ്ഞാൽ ആ അറ്റ്മോസ്ഫിയർ നിന്ന് കിട്ടിയതാണ്. അത് അറ്റൈൻ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയാലോ കപ്പടിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ കമന്റ് ബോക്സിലൊക്കെ അത് വിട്, അതൊക്കെ ഓരോരുത്തരുടെ കയ്യിലിരിക്കും, അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, എനിക്ക് എൻ്റെ വെൽബീയിങ്, എൻ്റെ സന്തോഷം എന്നുള്ളൊരു സംഗതി അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു വലിയ എക്സ് ഫാക്ടറായിരുന്നു. അത് ഓക്കെ ആയി, ഞാൻ ഓക്കെ ആണ്. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് തന്നെ അറിയാം എന്ത് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഞാൻ കളിച്ചില്ല എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ജിത്തുവായി ഇപ്പോൾ പറയുന്ന പോലെ എല്ലാവർക്കും ഉണ്ടാവും. ദാറ്റ്സ് ഓക്കെ, ഫൈൻ. ബിക്കോസ് എനിക്കിപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നും എന്താ പറയുക, സോറി ഞാൻ ഓൾറെഡി അത് പറഞ്ഞതാണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്കത് അങ്ങനെ ഞാൻ കളിക്കാൻ തോന്നി, ഞാൻ കളിച്ചു, ഞാൻ ഇറങ്ങി. എൻ്റെ വെൽബീയിങ്ങും എൻ്റെ സന്തോഷം എനിക്ക് നല്ലപോലെ എൻ്റെ കൂടെ ഉണ്ട്. അതിനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾ ഈ 10 വട്ടം വാഴ വിളിച്ചാണെങ്കിൽ നീ എന്ത് കാണിച്ചു എന്ന് ചോദിക്കുന്നതുകൊണ്ട് മാറിപ്പോ അയ്യ അതൊന്നുമല്ല. അതിന് നിർത്താൻ ഞാൻ യൂട്യൂബിന് ഇറങ്ങാമല്ലോ, ഞാൻ ഇറങ്ങി പിറ്റേ ദിവസം മുതൽ വീഡിയോ ഇടാൻ തുടങ്ങിയ മനുഷ്യനല്ലേ. സോ ദാറ്റ്സ് നോട്ട് മൈ ഇഷ്യൂസ്. അതൊക്കെ നിങ്ങൾക്ക് വെച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ BB6 കൊണ്ട് നിങ്ങൾക്ക് കിടക്കാം, ഞാനത് കൊണ്ട് നടക്കണില്ല. കാരണം ഞാൻ എൻ്റെ പണി തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കമന്റ് എത്രത്തോളം ഞാൻ വിചാരിക്കില്ല കേട്ടോ. അതിപ്പോ ഈ കമന്റ് ചെയ്യുന്ന ആൾ, എന്റെ അഭിപ്രായം അതാണ്, കമന്റ് ചെയ്യുന്ന ആളുകൾ അതും വിചാരിച്ച് നടക്കൊന്നും ഉണ്ടാവില്ല. 6 കഴിഞ്ഞ് 7 വരുമ്പോ 6 ആൾക്കാർ വിട്ട് 7ന്റെ കൂടെ പോവാ, അത് 1 കഴിയുമ്പോ 2ന്റെ കൂടെ പോവാ, അങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുള്ളൂ. ഇല്ലല്ല, അത് കൊണ്ട് നടക്കുന്നവരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എത്ര ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ പറയാം. അഭിപ്രായം നമ്മൾ പറയുന്ന സമയത്ത് ഓരോരുത്തർ വന്ന് പറയുമ്പോൾ അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നില്ലെങ്കിൽ ഓക്കെ, ഇഫ് ദേ ലെഫ്റ്റ് ഇറ്റ് ദേർ എന്നാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വന്ന് സംസാരിക്കും. നീ ഇപ്പൊ സിജോ വന്ന് സംസാരിച്ചാൽ, അല്ലെങ്കിൽ നന്ദന വന്ന് സംസാരിച്ചാൽ, അല്ലെങ്കിൽ ജാസ്മിനോ ഗബ്രിയോ ജിൻഡോ അടക്കം ആരും വന്ന് സംസാരിച്ചാൽ, അല്ലെങ്കിൽ അതിന് മുന്നത്തെ സീസണിലുള്ളവർ വന്ന് സംസാരിച്ചാൽ അടക്കം പീപ്പിൾ വിൽ കമ്പയർ. അതെപ്പോഴാണെന്നറിയോ, ഇപ്പൊ സിജോ അവിടെ കാട്ടുതീ എന്നൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇനിയിപ്പോ ഇന്നൊരാൾ ഇതിൽ പറയുമ്പോ എന്തെങ്കിലും പറയാം, ഞാൻ ഇവിടെ പെരുമഴയായി പെയ്യുന്ന പറയുമ്പോ സിജോ ചോദിക്കുകയാണ് എന്ത് കണ്ടിട്ട് അവനത് പറയുന്ന പറയുമ്പോ അപ്പോഴാണ് ആളുകൾ ചോദിക്കുക നീ അപ്പൊ കഴിഞ്ഞ ദിവസം. അല്ലാതെ ഇതൊന്ന് കഴിഞ്ഞിറങ്ങി ആരും ഇതിനെ കുറിച്ച് സംസാരിച്ചാലും അത് ആൾക്കാർ അത് ഇക്വേറ്റ് ചെയ്ത് സംസാരിക്കും. അല്ല അങ്ങനെ കളിച്ചുകൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പറ്റിയില്ലേ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്. മറ്റേത് നമ്മളെ പേഴ്സണൽ കാര്യം, പേഴ്സണൽ വെൽബീയിങ്. ഇപ്പൊ ആസ് മൈ ഫ്രണ്ട് എന്നുള്ള രീതിക്ക് നിങ്ങളും സ്നേഹിയിരിക്കുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എനിക്ക് നിങ്ങളൊരു വേറെ മറ്റേ എന്താ പറയാ ഒരു വ്യൂവർ അല്ല, മനസ്സിലായില്ലേ? സ്നേഹം ഒരു വ്യൂവർ അല്ല. നിങ്ങളെന്ന് പറയുന്നത് എൻ്റെ ക്ലോസ് റിലേഷൻ അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് സർക്കിളാണ്. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞ എൻറ്റിറ്റി ഇല്ലേ, ഞാനിപ്പോൾ എത്ര ഹാപ്പിയാണ്, ഞാൻ എത്ര സന്തോഷമുണ്ട്, ദാറ്റ്സ് ഇറ്റ്. അത് ഞാൻ ചെയ്യേണ്ടിയിരുന്ന സമയത്ത് പറഞ്ഞാൽ ഈ അവിടെ കളിക്കുന്ന സമയത്താണ്, ആ സമയത്ത് ചെയ്തേണ്ടതാണ് വിശ്വാസം. ഇപ്പൊ ഞാൻ സംസാരിക്കണം എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്തിനാണ് ഇപ്പൊ അതിനെപ്പറ്റി സംസാരിക്കും. വ്യൂവർഷിപ്പിന്റെ കാര്യത്തിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയാ ആൾക്കാർ പറയുന്ന സംഗതികളോ ഞാൻ പറഞ്ഞല്ലോ ആക്സെപ്റ്റഡ് ആണ്, മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരു ആംഗിൾ എനിക്ക് ആക്സെപ്റ്റഡ് ആണ്, ഞാൻ ഓൾറെഡി ഞാൻ ആക്സെപ്റ്റ് ചെയ്തതാണത്. ഇറ്റ്സ് ഫൈൻ, ഇന്റെ ഗെയിം കഴിഞ്ഞു, ഇന്നത് കഴിഞ്ഞു. ഇപ്പൊ ഉള്ളത് സീസൺ 7 ആണ്. എനിക്ക് ഇപ്പോഴും പറയാനുള്ള ആൾക്കാരോട് നിങ്ങൾ ഈ പഴയ സാധനങ്ങൾ വിട്, പുതിയ സീസൺ പുതിയ കാര്യങ്ങളാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇനി കുറച്ചും കൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ PR അറ്റാക്സ് വരും. ഇപ്പൊ സംസാരിക്കാൻ നമുക്കും വരും, ഇനിയും ഇതിന് ആര് സംസാരിക്കാൻ വന്നാലും അത് വരും. കാരണം അവർക്ക് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളൂ. അപ്പൊ എന്താവും, നമ്മൾ ഇനിയിപ്പോ കുറച്ച് ഫേവർ ചെയ്തിട്ട് വേറൊരാൾക്ക് വേണ്ടി സംസാരിച്ചാൽ അവരെ PR ടീമും ഇങ്ങോട്ട് ചാടും. അപ്പുറത്ത് നമ്മൾ ആരെ പോസ് ചെയ്യണോ അല്ലെങ്കിൽ ആരത് ചൂണ്ടിക്കാണെങ്കിൽ അവരെ PR ടീം വേറെ ഒന്ന് കൊണ്ടിരും. ഇത് ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫണ്ണായിട്ടാണ് തോന്നുന്നത്. ബിഗ് ബോസിന് ഒരു 3 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റോളർ കോസ്റ്റർ പോലെയാണ്. ഞാൻ അന്ന് കയറിയപ്പോ അവിടെ നോറയും സീതും കൂടി അടി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ചിരിയാ വന്നത്. എന്തിനാ ഇവര് ഈ ചെറിയ കാര്യത്തിന് സീരിയസ് ആയിട്ട് അങ്ങോട്ട് നടക്കണു ഇങ്ങോട്ട് നടക്കണു. കോമഡി ആയിട്ട് തോന്നി. ഞാൻ പറയാം, കഴിഞ്ഞു വന്നായിരിക്കും ബിഗ് ബോസ് എക്സ്പീരിയൻസ് ചെയ്ത ഒരു മനുഷ്യനും ഞാൻ പറഞ്ഞ പേഴ്സണൽ ഗ്രഡ്ജ് കൊണ്ട് നടക്കുന്നവർ വളരെ കുറവായിരിക്കും. ചിലപ്പോൾ എനിക്കും ഉണ്ടാവും ചിലരോടൊക്കെ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ഒരു സങ്കടം ഒരു ഇതൊക്കെ എനിക്കും കാണും. പക്ഷെ മെജോറിറ്റി ആളുകളും എങ്ങനെയാണ് പറയുക, ആ കഴിയുന്നത് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ ലൈഫായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള സ്കീം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഇതിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഒരു കാര്യമുണ്ട്, വൺസ് ബിഗ് ബോസ് ലൂപ്പിൽ എൻ്റർ ആയാൽ പിന്നെ അത് ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്ക് ആർക്കും ഈ ലൂപ്പിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. അങ്ങനെ ഒരു സീൻ ഇതിനകത്തുണ്ട്. അത് നിങ്ങൾ എല്ലാ ഭാഷയിലുള്ള എല്ലാ സീസണിലാണെങ്കിലും എന്തിലാണെങ്കിലും ബിഗ് ബോസിൽ ആളുകൾ
ഇപ്പം ഏത് ആളുകളാണെങ്കിലും ഒരാൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അതിലൊരാൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയും. ഇപ്പം നമ്മളടക്കം വീഡിയോ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അക്ബറിനെ പറഞ്ഞത്, ചില കാര്യങ്ങൾ അക്ബർ ചെയ്യുന്നത് നമ്മൾ ഇഷ്ടപ്പെടാത്ത രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാനായാലും ഈ ആയാലും ആരായാലും ആളുകൾ പറയും. അല്ല അത് അവിടെ നിങ്ങൾക്കൊരു ഞാനൊരു ഇത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അക്ബർ എന്ന് പറഞ്ഞൊരു വാക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മനസ്സിലായോ? അത് അക്ബറിന്റെ ആറ്റിറ്റ്യൂഡും പറഞ്ഞല്ലേ. അക്ബറിന്റെ ആറ്റിറ്റ്യൂഡ് ആൻഡ് വാക്ക്, അതായത് ഈ ആറ്റിറ്റ്യൂഡിൽ നിന്നാണ് ആ വാക്ക് വന്നത്. അത് ഒരു വാക്കിലാണെങ്കിൽ നമ്മൾ ഓക്കെ പറയും. ഇപ്പൊ ഞാൻ ഓക്കെ പറയുന്നു, ഇപ്പൊ ഒരു സെപ്റ്റിക് ടാങ്കിൽ മാത്രമാണെങ്കിൽ ഞാൻ ഓക്കെ പറയുന്നു. പക്ഷെ അക്ബർ ഇങ്ങനെ മുടി പറിച്ചിട്ട് അനുമോളിലെ വെറും മറ്റതാണെന്ന് കാണിക്കുക, അനീഷിനെ പോയി തല്ലാൻ പോവുക, മനസ്സിലായല്ലോ? അങ്ങനത്തെ ഒരു അറഗൻസ് കാണിക്കുമ്പോൾ ഒരു മൾട്ടിപ്പിൾ ഇവന്റ്സ് ഒരാളത് വന്നപ്പോഴാണ് നമ്മളത് സംസാരിച്ചത്. ആഫ്റ്റർ ഓൾ അതിന് ശേഷം അക്ബറിന് ഇന്നലെ നമ്മൾ സംസാരിച്ചില്ലേ, മിന്നാന്ന് സംസാരിച്ചു. നമ്മൾ നല്ല ഗെയിമറാണ് അക്ബർ, ഈസ് എ പൊട്ടൻഷ്യൽ ഗെയിമർ. ഇപ്പോഴും പറയുന്നു പൊട്ടൻഷ്യൽ ഗെയിമറാണ്, നല്ല ഗെയിമറാണ്. സി ഒരു കൂട്ടം ആൾ ഇന്ന് എനിക്ക് തോന്നുന്നത് ഈ വ്യൂവർഷിപ്പിൽ ഓൾമോസ്റ്റ് എല്ലാവരും, എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഇന്ന് വീഡിയോ ചെയ്ത എല്ലാവരും ഇതിന്റെ ഒപ്പീനിയൻ പറഞ്ഞ എല്ലാവരും അക്ബറിന്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും അക്ബറിന്റെ വായിന്ന് വന്ന വാക്കിനെ കുറിച്ചും. ഇപ്പൊ രേണുസുതി ഇത്രയും ഹൈറ്റുള്ള ഒരാളാണ് അല്ലേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒപ്പോസ് ചെയ്യുന്നത് രേണുസുതിനെയാണ്. ടു ബി ഹോണസ്റ്റ് നിങ്ങൾ പറയും അല്ലേ, ഏറ്റവും കൂടുതൽ രേണുസുതിനെ. അവരിൽ പോലും ആളുകൾക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനൊരു മാസമായിട്ടുള്ള ഒരു സാധനം ഇത്രയും ആളുകൾ ഇതിനെ ഒപ്പോസ് ചെയ്യുമ്പോൾ അത് സൊസൈറ്റിയിൽ അത്രയും മോശപ്പെട്ടൊരു സാധനം ആയതുകൊണ്ട് ഒപ്പോസ് ചെയ്യുന്നത്. അതിനിപ്പോൾ ഈ പറഞ്ഞ പോലെ അത് അയാളുടെ ഗെയിം ഇങ്ങനെ ഗെയിം ഈസ് ഡിഫറെൻറ്റ്, ആ വാക്ക് ഈസ് ഡിഫറെൻറ്റ്, ആറ്റിറ്റ്യൂഡ് ഈസ് ഡിഫറെൻറ്റ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ നാളെ പോയിട്ട് ഇപ്പോൾ രേണുസുതി നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, രേണുസുതി ഇന്നിപ്പോൾ അത് പറഞ്ഞ് സെന്റിമെന്റ്സും അല്ലെങ്കിൽ കുറച്ച് പോസിറ്റീവായി, നാളെ രേണുസുതിന്റെ വായന്ന് വരുമ്പോൾ അത് മാറും. അക്ബർ പോയിട്ട് നല്ല പോസിറ്റീവായിട്ടൊരു സാധനം കാണിക്കുമ്പോൾ അതും മാറും. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ അതിന്റെ കാര്യത്തിൽ. അല്ലാതെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഗെയിം ഇത് ഇങ്ങനെയാണ്, ഈ സാധനം ഈ ലൂപ്പ് ഇങ്ങനെയാണ്, ഇത് വിട്ടുപോകില്ല. അത്രയും ഇങ്ങനെ 24 അഡിക്റ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ പിന്നെ അത് തലയിൽ കയറി നിൽക്കണ അത് കയറും. അതിന് നമുക്ക് ആരോടും ഒന്നും പറയാനൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇത്ര പ്രേക്ഷകരോട് പറയുള്ളൂ, ഇത് നിങ്ങളെ പേഴ്സണൽ ലൈഫിൽ എടുക്കരുത്. എനിക്ക് അത്ര ഇങ്ങോട്ട് വെക്കാനുള്ളൂ. നിങ്ങളെ പേഴ്സണൽ ലൈഫിൽ എടുക്കരുത്. ഒരു 90-100 ദിവസം കഴിഞ്ഞ് ഇത് എന്ത് ചെയ്യണം, നിങ്ങൾ ഷട്ട് ഓഫ് ചെയ്ത് കളയണം. പിന്നെ അടുത്ത സീസൺ വരുമ്പോൾ നിങ്ങൾ പിടിച്ചാൽ മതി. അല്ലാതെ ഇതിനിടയിൽ കൂടി എന്താ പറയുക, ഇത് കുറെ ആൾക്കാരുടെയൊക്കെ പേഴ്സണൽ ലൈഫിൽ കയറി പോവുകയാണ്. അത് ഭയങ്കര ഡേഞ്ചർ പരിപാടിയാണ്. അത് എടുക്കാതിരിക്കാന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഷോ ആണ്, റിയാലിറ്റി ഷോ എന്നാണ് പറയുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നില്ല 100% റിയൽ ആയിട്ടൊന്നും അല്ലല്ലോ ഈ സാധനങ്ങൾ വരുന്നത്. സോ ജസ്റ്റ് ആ സീസണിൽ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞാൽ വിടുക, ദാറ്റ്സ് ഇറ്റ്. അതിനപ്പുറം ഒന്നും ഇല്ല. കാരണം കഴിഞ്ഞു വരുന്ന എല്ലാവർക്കും പൈസ കിട്ടുന്നുണ്ട്, നല്ല ലൈഫ് കിട്ടുന്നുണ്ട്. പിന്നെ അവരുടെ കയ്യിലിരിപ്പാണ് സെറ്റിൽ ആവുമോ ഇല്ലേ എന്നുള്ളത്. അപ് ടു ദം, ഒരു പേഴ്സൺ അനുസരിച്ചിട്ടാണ് സെറ്റിൽ ആവുമോ ഇല്ല എന്നുള്ളത്. ആ ഷോ എൻഡ് ഓഫ് ദ ഡേ ആരോടും എന്താ പറയാ, ഈ പേഴ്സണലി ഒരാളെ പോയി പിടിച്ച് ഉപദ്രവിക്കണമെന്നില്ല. ഉള്ള സമയത്ത് നല്ല ഉപദ്രവവും കിട്ടും, ബെനിഫിറ്റും കിട്ടും. അത് ഏതെടുക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാം. എഴുതി കൊടുത്തിട്ട് ഇതൊക്കെ കണ്ടിട്ടാണല്ലോ പോണേ. ഫസ്റ്റ് സീസൺ അല്ലല്ലോ, 5-6 സീസൺ ആയില്ലേ. അതെ. അപ്പോ ഇന്നത്തെ എപ്പിസോഡിന്റെ കൺക്ലൂഷൻ, രേണുസുതി കുറച്ച് പോസിറ്റീവായി, അക്ബറിന് കുറച്ച് നെഗറ്റീവ്. അല്ല പക്ഷെ എന്താ അറിയോ, അവരത് യൂസ് ചെയ്ത് എനിക്ക് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഭയങ്കരമായിട്ടോ അവർക്കത് സ്ത്രീത്വത്തെ വരെ എത്തിച്ചു. അല്ല, അവർ ഈ ഷോയില് വന്നിരിക്കാൻ തന്നെ കാരണം ഈ യൂസ് ചെയ്താ. അവർക്ക് വന്ന നെഗ് അവര് വളരെ കൃത്യമായി ചാനലൈസ് ചെയ്തിട്ട് അവർ ബിഗ് ബോസ് വരെ എത്തി. പക്ഷെ വേറെ ഒരു പോയിന്റ് ഉണ്ട്, നമ്മൾ ഉച്ചയ്ക്ക് പറഞ്ഞ പോയിന്റ്. പാസ്റ്റില് കുറെ സാധനങ്ങൾ എന്തൊക്കെയാ പറയുന്നത് രേണു ലുറ്റിപ്പിടുത്തുമില്ല. രേണു അതൊക്കെ ഇനിയും വിളിച്ച്, ഇനിയിപ്പോ കഥ വരാണ്ടല്ലോ രേണുവിന്റെ, കഥയോടുകൂടി രേണു തീരുമാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കഥ നല്ല വൃത്തിക്ക് പറഞ്ഞാൽ നല്ലതാവും. അപ്പോൾ ഓക്കെ ഗൈസ്, കുറച്ച് വലിയ വീഡിയോ പോയത്. യെസ്.